ഇന്ന് ഞാൻ ചക്കടയാണ് ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനും ഈ തനിമ പാക്കറ്റാണ് കേട്ടോ വാങ്ങാറ്. കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിരുന്നു കേട്ടോ. എല്ലാവരും തിന്നിട്ടും പിന്നെയും കുറേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മ ചക്ക വരട്ടി ഉണ്ടാക്കി. അമ്മ പോയതിന് ശേഷം എന്നും ഫോൺ വിളിച്ച് ചോദിക്കും, ലച്ചുമോൾക്ക് ചക്കട ഉണ്ടാക്കി കൊടുത്തോ എന്ന്. എന്നാൽ പിന്നെ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, അമ്മ വാങ്ങിത്തന്നതാണ് ഈ ചിരവ. പക്ഷേ എനിക്ക് ഈ ചിരവയാണ് ഇഷ്ടം. എന്താണെന്നോ, ഇത് പെട്ടെന്ന് തന്നെ തേങ്ങ ചിരവി കഴിയും. ഈ ചിരവയുടെ കാര്യം പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവില്ല. എന്നാലും പറയാം, ഉണ്ണിയേട്ടൻ്റെ അച്ഛനാണ് ഈ ചിരവ ഉണ്ടാക്കിയത് കുറേ പണ്ട്. അച്ഛൻ പറയുന്നത് ഈ ചിരവയ്ക്ക് ഒരു 150 വർഷം പഴക്കമുണ്ടെന്ന്. അച്ഛനിപ്പോൾ 70 വയസ്സായി. തേങ്ങ ചിരകിയത് വാരിയെടുക്കാൻ ഇവിടെ ഒരാൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇത്രയും വർഷം പഴക്കമുള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ താമസം മാറിയപ്പോൾ കൂടെ കൂട്ടിയതാണ്. നേരത്തെ ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാനിലേക്ക് ശർക്കരപ്പാനിയും ഒഴിച്ച് തേങ്ങയും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ചക്ക വരട്ടിയത് അമ്മ ഒരു തൂക്കുപാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചക്ക വരട്ടിയും കൊണ്ട് ചക്കട ഉണ്ടാക്കുന്നത്. ചേച്ചി വന്നപ്പോൾ ഇതിൽ നിന്നും കുറച്ച് അവൾക്കും കൂടിയും കൊടുത്തേച്ചു അമ്മ. നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനിയും തേങ്ങയും ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ചക്ക വരട്ടിയത് കൂടി ഇട്ട് കൊടുത്തു. ചക്ക വരട്ടി ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? കുറേ പഴുത്ത ചക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിലാക്കി വെച്ചാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ചക്ക പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നവരും ഉണ്ട്. എനിക്കിവിടെ അടുത്തുള്ളവരൊക്കെ തരും കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലർക്കൊക്കെ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടു. വാഴയില കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് കൊഴുക്കട്ട പോലെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷേ അതും നടന്നില്ല. മാവിൽ കുറച്ച് വെള്ളം കൂടി പോയി. അങ്ങനെ അടയുടെ ഷേപ്പിൽ തന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിലാണേ വെച്ചത്. ലച്ചുവിനെടുത്ത് വെച്ചതാണേ. അവൾ ഒന്നിൻ്റെ പകുതിയേ കഴിച്ചുള്ളൂ. ബാക്കി വന്നത് ഞാനെടുത്ത് കഴിച്ചു. കാണാൻ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാത്തു കാണുന്ന തിരക്കിലാണ് കേട്ടോ കാശിമോൻ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.